Dear students, welcome back. +1 അക്കൗണ്ടൻസി ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1 എന്ന് പറയുന്ന ചാപ്റ്ററിലെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 എന്നുള്ളതിൽ സ്പെഷ്യൽ ജേർണൽസ് ആണ്, സ്പെഷ്യൽ പർപ്പസ് ബുക്സ്, അതായത് ഡേ ബുക്സ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഡേ ബുക്സ് ഏതൊക്കെയെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി? ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം പ്രധാനമായിട്ടും സൂക്ഷിച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരുന്ന ചില ബുക്സാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള ഒറിജിനൽ എൻട്രി ബുക്സ് ആണ് ഒന്ന് ജേണല്, ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ. അപ്പോൾ നമ്മുടെ ഇതിലെ ഫസ്റ്റ് ബുക്ക് ജേണൽ. അതായത് ഈ ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ് ബിസിനസ് സ്ഥാപനത്തിൽ ദൈനംദിനം നടക്കുന്ന ഡേ ടു ഡേ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഡേറ്റ് ഇട്ട് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ അതിൽ പല ട്രാൻസാക്ഷൻസും 1-ാം തീയതി നടന്ന അതേ ട്രാൻസാക്ഷൻ തന്നെ ചിലപ്പോൾ 10-ാം തീയതി നടക്കുന്നുണ്ടാവും, 10-ാം തീയതി നടന്ന അതേ ട്രാൻസാക്ഷൻ തന്നെ 15-ാം തീയതി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരേ സ്വഭാവത്തിലുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് ആ ജേണൽ എന്ന് പറയുന്ന ഡേ ബുക്കിൽ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും ഒരേ സ്വഭാവത്തിലുള്ള റിപ്പീറ്റേറ്റീവ് നാച്ചുറലുള്ള ആവർത്തിച്ച് വരുന്ന സ്വഭാവത്തിലുള്ള ട്രാൻസാക്ഷൻസിനെല്ലാം അതതിൻ്റെ കൺസേൺഡ് ബുക്കിലോട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് കുറേ ഡേറ്റിൽ പർച്ചേസസ് നടന്നിട്ടുണ്ടാവും, അതെല്ലാം പർച്ചേസസ് ബുക്കിലേക്ക് മാറ്റണം. കുറേ ഡേറ്റുകളിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ഇടപാടുകൾ നടന്നിട്ടുണ്ടാവും, അതൊക്കെ നമുക്ക് ക്യാഷ് ബുക്കിലോട്ട് മാറ്റണം. അതുപോലെ തന്നെ പല ഡേറ്റുകളിലായിട്ട് വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും, അത് അതിൻ്റേതായിട്ടുള്ള പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്ന ബുക്കിലോട്ട് മാറ്റണം. അതുപോലെ പല ഡേറ്റ്സിലായിട്ട് പല ഡേറ്റുകളിലായിട്ട് വിൽപ്പന സെയിൽസ് നടന്നിട്ടുണ്ടാവും, അതെല്ലാം സെയിൽസ് എന്ന് പറഞ്ഞിട്ട് സെയിൽസ് ഡേ ബുക്കിലോട്ട് മാറ്റണം. അപ്പോൾ റിപ്പീറ്റേറ്റീവ് നാച്ചുറൽ വരുന്ന ആവർത്തിച്ച് വരുന്ന സ്വഭാവത്തിലുള്ള ട്രാൻസാക്ഷൻസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള കൺസേൺഡ് ബുക്കുകൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ജേണൽ എന്ന് പറയുന്ന ഡേ ബുക്കിനെ നമ്മൾ പല ഡിവിഷൻസ് ആയിട്ട് തിരിച്ചത്, പല ബുക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം ബുക്കുകളെയാണ് നമ്മൾ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്, അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽസ്, അല്ലെങ്കിൽ ഡേ ബുക്സ്, അതും അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഡേ ബുക്സ്, ഈ സ്പെഷ്യൽ പർപ്പസ് ബുക്സ് അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ജേണൽസ് എന്ന് പറയുന്നത് നോക്കാം. ഒന്ന് ക്യാഷ് ബുക്ക്, സെക്കൻഡ് വൺ പർച്ചേസസ് ബുക്ക്, തേർഡ് വൺ പർച്ചേസ് റിട്ടേൺ ബുക്ക്, ഫോർത്ത് വൺ സെയിൽസ് ബുക്ക്, ഫിഫ്ത്ത് വൺ സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ദെൻ ജേണൽ പ്രോപ്പർ, രണ്ടെണ്ണം കൂടെ ഉണ്ട് ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്. അപ്പോൾ ഇത്രയും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ ഏരിയയിൽ നിന്ന് നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ചില ഏരിയകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്നും നമുക്ക് 2 ഡിവിഷൻസേ പഠിക്കാനുള്ളൂ, ഒന്ന് ക്യാഷ് ബുക്കും മറ്റൊന്ന് പർച്ചേസസ് ബുക്കും. അപ്പോൾ ഈ വീഡിയോയിൽ, അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ക്യാഷ് ബുക്ക് എന്താണെന്ന് പറയുന്നു, ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് തരാം, പിന്നെ അതിൻ്റെ പ്രോബ്ലം നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ക്യാഷ് ബുക്ക് നോക്കാം. Cash book is an important subsidiary book and maintained in all organizations. It may be big or small profit organization or non-profit organization. അതായത് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേ ബുക്കാണ്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഡേ ബുക്ക് ഇല്ലാതെ മറ്റു ഒരു ട്രാൻസാക്ഷൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു തരത്തിൽപ്പെട്ട ഓർഗനൈസേഷൻ ആണെങ്കിലും, അത് സ്മോൾ ഓർഗനൈസേഷൻ ആവട്ടെ, ബിഗ് ഓർഗനൈസേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആവട്ടെ, ഇനി അല്ലാത്തൊരു ഓർഗനൈസേഷൻ ആവട്ടെ, ഏതാണെന്നുണ്ടെങ്കിലും അവിടെ ക്യാഷ് ബുക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു സബ്സിഡിയറി ബുക്കാണ് ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ക്യാഷ് ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്. എല്ലാ ക്യാഷിൻ്റെ വരവുകളും അതുപോലെ തന്നെ ക്യാഷിൻ്റെ ചെലവുകളുമാണ് നമ്മൾ ഈ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്കറിയാം. ലെഡ്ജർ അക്കൗണ്ട് 2 സൈഡിനാവും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ക്യാഷ് ബുക്കും. ഈ ക്യാഷ് ബുക്കിനും 2 സൈഡുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും, എല്ലാ ക്യാഷിൻ്റെ വരവുകളും, ഇതായി ഫോർമാറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ക്യാഷിൻ്റെ വരവുകളും നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യുന്നു. എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും, ക്യാഷ് ചിലവാകുന്നതും ഒക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും
റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് സൈഡാണുള്ളത്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഓൾ ക്യാഷ് റെസിപ്റ്റ്സ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കും. ക്യാഷ് റെസിപ്റ്റ്സ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ആൻഡ് ഓൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ റെക്കോർഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും, അതായത് ക്യാഷ് റെസിപ്റ്റ്സ്, ക്യാഷിൻ്റെ വരവുകളും ക്യാഷ് പേയ്മെൻറ്റ്സ്, ക്യാഷിൻ്റെ ചെലവുകളുമാണ് ഒരു ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ക്യാഷ് ബുക്ക് നമ്മൾ ചെയ്തു തുടങ്ങുന്നത് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓർ ക്യാഷ് ഓർ ബാങ്ക്. ക്യാഷിൻ്റെ അല്ലെങ്കിൽ ബാങ്ക് മീൻസ് ബാങ്ക് ബാലൻസ്. ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ബുക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ മന്ത്ലി ബേസിസ്. എല്ലാ മാസത്തിലും അത് ചെയ്യും. പ്രിപ്പയർഡ് ബൈ ഓൾ ഓർഗനൈസേഷൻസ്. എല്ലാ ഓർഗനൈസേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. ഇനി ഈ ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ട് സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ ഈ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡോടും കൂടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ലെഡ്ജർ അക്കൗണ്ടാണ്. ആ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ അതേ രൂപത്തിൽ തയ്യാറാക്കുന്ന ഒരൊറ്റ ഡേ ബുക്കുള്ളൂ, അത് ക്യാഷ് ബുക്കാണ്. മറ്റ് ഡേ ബുക്കുകളൊന്നും പർച്ചേസേഴ്സ് ബുക്ക് ആണെന്നുണ്ടെങ്കിലും സെയിൽസ് ബുക്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ജേണൽ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ബിൽസ് റിസീവബിൾ ബുക്ക് ആണെങ്കിലും ബിൽസ് പേയബിൾ ബുക്ക് ആണെന്നുണ്ടെങ്കിലും മറ്റ് ഏത് ഡേ ബുക്സ് താഴോട്ട് വരുന്ന ഏത് ഡേ ബുക്സ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡോടും ക്രെഡിറ്റ് സൈഡോടും കൂടി തയ്യാറാക്കുന്ന ഒരൊറ്റ ഡേ ബുക്കുള്ളൂ, അതാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. ക്യാഷ് ബുക്ക് ഒരു ജേണലുമാണ്, അതോടൊപ്പം ഒരു ലെഡ്ജറുമാണ്. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? സാധാരണ ഡേ ബുക്കുകൾ പ്രിപ്പയർ ചെയ്യുമ്പം അതിന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവാറില്ല. ഒരു ബുക്ക് പോലെയാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഡേ ബുക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒരു ജേണലും ആണ്. ജേണൽ എന്ന് പറഞ്ഞാൽ ഡേ ബുക്കാണ്. ക്യാഷ് ബുക്ക് ഒരു ജേണലും ആണ്, അതായത് ക്യാഷ് ബുക്ക് ഒരു ഡേ ബുക്കുമാണ്. അതോടൊപ്പം അതൊരു അക്കൗണ്ടാണ്. കാരണം അക്കൗണ്ടിൻ്റെ രൂപത്തിലാണ് ചെയ്യുന്നത്. അതിന് ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ജേണൽ എന്നും അതോടൊപ്പം ലെഡ്ജർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ആൻസർ ഇറ്റ് സെർവ്സ് ദി പർപ്പസ് ഓഫ് ബോത്ത് എ ജേണൽ ആൻഡ് ലെഡ്ജർ. ജേണൽ മീൻസ് ഡേ ബുക്ക് കേട്ടോ. both a journal and a ledger. Since all cash transactions are first recorded the cash book. അത് എല്ലാ ട്രാൻസാക്ഷൻസും ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ജേണൽ. അതുകൊണ്ട് തന്നെ അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ജേണൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓൾസോ കൂടാതെ ഇറ്റ് സെർവ്സ് ദി പർപ്പസ് ഓഫ് എ ലെഡ്ജർ അക്കൗണ്ട്. ഒരു ലെഡ്ജർ അക്കൗണ്ട് എല്ലാ പർപ്പസും അതിൽ സാധ്യമാവുന്നുണ്ട്. അതായത് ഡെബിറ്റ് സൈഡോടും ക്രെഡിറ്റ് സൈഡോടും കൂടിയിട്ടാണ് അത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു ലെഡ്ജർ അക്കൗണ്ടിന്റെ എല്ലാ പർപ്പസും അതിൽ സാധ്യമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ലെഡ്ജർ എന്നും അറിയപ്പെടാം. ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദി ഫോം ഓഫ് ആൻ അക്കൗണ്ട് വിത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡോടും ക്രെഡിറ്റ് സൈഡോടും കൂടിയിട്ടാണ് അത് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ക്യാഷ് ബുക്കിനെ ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ എന്ന് അറിയപ്പെടുന്നത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇനി പറയാനുള്ളത്, ഈ ക്യാഷ് ബുക്ക് 3 തരത്തിലാണുള്ളത്. 3 ടൈപ്പ് ക്യാഷ് ബുക്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്. ഇത് 3 നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്നുള്ളത്, എന്നതിന് ശേഷം നമുക്ക് ഡബിൾ കോളം പെറ്റി ക്യാഷ് ബുക്കും എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നൊരു ഫോർമാറ്റ് ഇല്ലേ ക്യാഷ് ബുക്കിൻ്റെ, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ കൊടുക്കുന്നു? ഡേറ്റ് കോളം കൊടുക്കുന്നുണ്ട്, പിന്നെ റെസിപ്റ്റ്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പെർട്ടിക്കുലേഴ്സ് എന്ന് കൊടുക്കാം. പിന്നെ നമുക്ക് അവിടെ ഒരു ഫോളിയോ പേജ് നമ്പർ ഇടാനുള്ള ഒരു സ്ഥലമുണ്ട്, അതായത് ലെഡ്ജർ ഫോളിയോ. പിന്നെ ഈ എമൗണ്ട് അതേ ഭാഗം തന്നെ നമുക്ക് ക്രെഡിറ്റ് സൈഡിലും വരുന്നുണ്ട്. അതായത് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എല്ലാ പേയ്മെൻറ്റ്സും കൊടുക്കുന്നു. ഇത് കൂടാതെ 2 കോളം കൂടെ വരാറുണ്ട്. അത് ഞങ്ങൾക്കൊന്ന് ചുരുക്കി തന്നതാണ്, അത് വേണ്ടാന്ന് വെച്ചതാണ്. ഡെബിറ്റ് സൈഡിൽ, അതായത് റെസിപ്റ്റ് സൈഡിൽ നമ്മൾ റെസിപ്റ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു കോളം കൂടെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ വൗച്ചർ നമ്പറും കൂടെ കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് ഒന്ന് ഷോർട്ടാക്കി തന്നതാണ്. ആ 2 കോളം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏതായാലും ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ 2 കോളം കൂടെ വരുന്നുണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്രയും കോളംസ് ഉണ്ടായാലും മതി. ഓക്കെ, ഇപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് പറയണമെന്ന് നമുക്ക് പറയാം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് എ ക്യാഷ് ബുക്ക്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 കോളം ഫോർ എമൗണ്ട് ഓൺ ബോത്ത് സൈഡ്സ്.
രണ്ട് സൈഡിലും, അതായത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഓരോ എമൗണ്ട് കോളം വരുന്ന ക്യാഷ് ബുക്കിനെയാണ് നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഡബിൾ ആണ്, അവിടെ രണ്ടെണ്ണം ആയിരിക്കും. അതുപോലെ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കോളംസ് വരും. അപ്പോൾ മറ്റ് രണ്ട് ക്യാഷ് ബുക്കിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്യാഷ് ബുക്കിന് ഒരു എമൗണ്ട് കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. നേരത്തെ നമ്മൾ ഫോർമാറ്റിൽ കാണിച്ച അതുപോലെയുള്ള ഒരു എമൗണ്ട് കോളം മാത്രം. അപ്പോൾ ഒരു എമൗണ്ട് കോളം മാത്രമുള്ള ക്യാഷ് ബുക്കാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഇനി അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരുന്ന ഫോർമാറ്റ് തന്നെയാണ്. ഇതാ ഒന്നും കൂടെ കാണിക്കാം. ഇതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളം, പിന്നെ അതുപോലെ പെർട്ടിക്കുലേഴ്സ്, അതിൽ നമ്മൾ റെസിപ്റ്റ്സ് കൊടുക്കാം. അതുപോലെ ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്ന കോളം ഒരു എമൗണ്ട് കോളം. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് കൊടുക്കാം, പിന്നെ ലെഡ്ജർ ഫോളിയോ കോളം ഒരു എമൗണ്ട് കോളം. അപ്പോൾ ഇതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ്. ഇനി ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ, തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതത് സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്